നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മതിലകത്തെ നേതാക്കൾ കള്ളനോട്ടടിച്ച സംഭവത്തിൽ ബിജെപിക്കെതിരെ വിമർശവുമായി കോൺഗ്രസും സിപിഎമ്മും. സംസ്ഥാന നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് സിപിഎം. നോട്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല. നോട്ടുകൾ ഏറെയും വിതരണം ചെയ്തത് തീരദേശത്തെന്ന് വിവരം. മത്സ്യത്തൊഴിലാളികൾക്കും ലോട്ടറി വിൽപ്പനക്കാർക്കും കള്ളനോട്ടുകൾ നൽകിയതായി പോലീസ്. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. പലയിടത്തും ക്രമക്കേടുകൾ. ചെമ്പനോട വില്ലേജ് ഓഫീസിലെ ഫയലുകൾ സീൽ ചെയ്തു. ആത്മഹത്യ ചെയ്ത ജോയിയുടെ ഭൂരേഖകൾ തിരുത്തിയതായി കണ്ടെത്തൽ. ജോയിയുടെ നികുതി സ്വീകരിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി. മന്ത്രി ടി പി രാമകൃഷ്ണന് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ജോയിയുടെ ഭാര്യ. പനി നിയന്ത്രണത്തിന് വിപുല സംവിധാനങ്ങളുമായി സർക്കാർ. ആശുപത്രികളിൽ കൂടുതൽ പനി വാർഡുകൾ ഒരുക്കും. 2 മണിക്ക് ശേഷവും ഡോക്ടർമാരുടെ സേവനം തുടരും. മാലിന്യം നീക്കുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്ന് സർവകക്ഷി യോഗം. സംസ്ഥാനത്ത് ഇന്ന് 10 പനിമരണം. എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണയ്ക്കുന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നിതീഷ് കുമാർ. രാംനാഥ് കോവിന്ദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 61% ഇലക്ടറൽ വോട്ടുകൾ ഉറപ്പെന്ന് എൻഡിഎ. മീരാകുമാറിന് പിന്തുണ ഉറപ്പിക്കാൻ പ്രതിപക്ഷ നീക്കം. വീരേന്ദ്രകുമാറിന്റെ വോട്ട് മീരാകുമാറിന്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 3ാം ഘട്ട പട്ടികയിൽ തിരുവനന്തപുരം 1ാമത്. നഗരത്തിൽ നടപ്പാക്കുക 1538 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. 1 വർഷം നീണ്ട അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമെന്ന് മേയർ. കെഎസ്ആർടിസിയിൽ ജീവനക്കാർക്കും ദുരിതം. തമ്പാനൂരിൽ വിശ്രമമന്ദിരം തകർന്നു വീഴാറായ നിലയിൽ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുത്തൻ കെട്ടിടം നോക്കുകുത്തി. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. നേതാക്കൾ കള്ളനോട്ടടിച്ചതിന് ബിജെപിയെ കുറ്റം പറയണോ? തൃശൂർ മതിലകത്ത് കള്ളനോട്ടടി യന്ത്രവുമായി പിടിയിലായ ബിജെപി പ്രവർത്തകൻ വ്യാജ കറൻസികൾ വിതരണം ചെയ്ത് കബളിപ്പിച്ചത് തീരദേശ മേഖലയിലെ സാധാരണക്കാരെ. മത്സ്യത്തൊഴിലാളികൾക്കും ലോട്ടറി വിൽപ്പനക്കാർക്കും പെട്രോൾ പമ്പുകളിലും കള്ളനോട്ടുകൾ നൽകിയതായി പോലീസ് കണ്ടെത്തി. യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കി വീട്ടിൽ കള്ളനോട്ട് നിർമ്മിച്ച് പിടിയിലായ യുവമോർച്ച നേതാവ് ഏരാശ്ശേരി രാഗേഷ് വ്യാജ നോട്ടുകൾ നൽകി നിരവധി സാധാരണക്കാരെ വഞ്ചിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. നോട്ടുകൾ വേണ്ടത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാത്ത തീരദേശ മേഖലയിലാണ് നോട്ടുകളുടെ വിതരണത്തിനായി ഇവർ തെരഞ്ഞെടുത്തത്. മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, പെട്രോൾ പമ്പുകൾ തുടങ്ങിയ തിരക്കേറിയ ചെറിയ വ്യാപാര കേന്ദ്രത്തിൽ വരെ രാഗേഷും സഹോദരൻ രാജീവും കള്ളനോട്ടുകൾ കൈമാറ്റം ചെയ്തു. പലിശയ്ക്ക് പണം നൽകിയിരുന്ന ഇരുവരെയും പറ്റി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി മതിലകം എസ്ഐയുടെ നേതൃത്വത്തിൽ ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടടിക്കുന്ന യന്ത്രവും മറ്റു ഉപകരണങ്ങളും പിടികൂടിയത്. പലിശയ്ക്ക് നൽകിയ പണത്തിലും വ്യാജ കറൻസികൾ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ജില്ലയിൽ വൻതോതിൽ കള്ളനോട്ടുകൾ വ്യാപകമാകുന്നുവെന്നും സംഭവത്തിൽ മറ്റ് ബിജെപി നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ പോലീസിന്റെ മുകളിലൊക്കെ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് നല്ലപോലെ ഇടപെടുന്നുണ്ടെങ്കിലും പോലീസിന്റെ മുകളിലൊക്കെ സമ്മർദ്ദം, കാരണം കോടാനുകോടി രൂപയുടെ ഇടപാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദത്തിന് വിധേയരാകാത്ത നല്ല ഓഫീസേഴ്സിനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ്. അതിനിടെ പിടിയിലായ രാഗേഷ് ബിജെപി സംസ്ഥാന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായത് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കള്ളപ്പണത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ജാഥയുടെ പോസ്റ്ററിലും ഇയാളുടെ ചിത്രമുണ്ടായിരുന്നു. പിടിയിലായ രാഗേഷ് ബിജെപി 5ാം പരുത്ത് ബൂത്ത് പ്രസിഡന്റാണ്. രാഗേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒളിവിൽ പോയ ഇയാളുടെ സഹോദരൻ രാജീവ് സംസ്ഥാനം വിട്ടുവെന്ന സൂചനയെ തുടർന്ന് അന്വേഷണം അന്യസംസ്ഥാനത്തിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇവർ അച്ചടിച്ച നോട്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷണം വേണമെന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ സിപിഎം നേതാവ് MLA ശ്രീ എൻ ഷംസീർ കണ്ണൂരിൽ നിന്നും നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ PM സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് കോഴിക്കോട് നിന്നും ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ KA ഷഫീഖ്, അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ഒപ്പം ശ്രീ B ഗോപാലകൃഷ്ണൻ BJP നേതാവ്, അദ്ദേഹത്തെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം വരാമെന്ന് നേരിട്ടുണ്ട്. ആദ്യം ശ്രീ എൻ ഷംസീർ, ഇത് ക്രിമിനൽ മനസ്സുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നേരത്തെ മുതൽ തന്നെ നടത്തുന്ന 2 വ്യക്തികളുടെ സഹോദരങ്ങളുടെ കുറ്റകൃത്യം എന്ന നിലക്ക് കണ്ടാൽ പോരെ? എന്തിനാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആകെ തന്നെയും
അവരുടെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിൻ്റെ ചോദ്യം മുന്നോട്ട് വെച്ചും ആ പാർട്ടിയെ സംശയത്തിൽ നിർത്തേണ്ടുന്ന കാര്യമുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള കുറ്റമായി കണ്ടാൽ പോരെ? ഒരിക്കലും ഇതൊരു വ്യക്തിപരമായ കുറ്റമല്ല. ഇതിൽ രാജീവും രാജേഷും BJPയുടെ സംസ്ഥാന നേതൃത്വവുമായി വളരെ അടുപ്പമുള്ളവരാണ്. അതുമാത്രമല്ല, BJPയുടെ കേരളത്തിലെമ്പാടും നിങ്ങൾ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവരുടെ നേതാക്കന്മാർക്ക് പലതരത്തിലും പലർക്കും പലിശ ഇടപാടുണ്ട്. ഈ പറയുന്ന കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. രാഷ്ട്രീയ അക്രമങ്ങൾ നടക്കുന്ന പ്രദേശമാണ്. നിരവധി CPIM DYFI പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഇവരുടെ ഫൈനാൻഷ്യൽ സോഴ്സ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഉൾപ്പെടെ എനിക്ക് പറയാൻ സാധിക്കും, ഇവരുടെ ഫൈനാൻഷ്യൽ സോഴ്സ് ഈ പറയുന്ന ബ്ലേഡും പലിശക്ക് കൊടുക്കുന്നവരുമാണ്. ബ്ലേഡിനും പലിശക്ക് കൊടുക്കുന്നവർ ഇത്തരം കൗണ്ടർഫിറ്റ് കറൻസിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ തെളിവ് ബുദ്ധിമായല്ലോ. അപ്പോൾ RSSൻ്റെ BJPയുടെ കേരളത്തിലെ ഫൈനാൻഷ്യൽ ബേസ് പലിശ ഇടപാടാണ്. ഒപ്പം അവരുടേത് ഇത്തരത്തിലുള്ള കള്ളനോട്ടടിയാണ്. ഇവർ പറയുന്ന ഞങ്ങൾ 916 ഗോൾഡ് പരിശുദ്ധുള്ള രാജ്യസ്നേഹികളാണെന്നാണ്. ഈ 916 ഗോൾഡ് പരിശുദ്ധുള്ള രാജ്യസ്നേഹികളാണ് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും RSS നേതൃത്വം മനസ്സിലാക്കണം, നിങ്ങളുടെ നേതൃത്വം ഇങ്ങാരി ഇടപാടുകാരാണ്, കൊട്ടേഷൻ സംഘമാണ്, ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, ഭീഷണിപ്പെടുത്തി മധ്യസ്ഥം പറയുക. ഇതൊക്കെ എനിക്ക് ഒരുപാട് അനുഭവം പറയാൻ പറ്റും എൻ്റെ ജില്ലയിൽ നിന്നുകൊണ്ട്. അതൊന്നും ഇവിടെ ഞാൻ ആ പേരൊന്നും കോട്ട് ചെയ്യുന്നില്ല. ഇതാണ് BJPയുടെ ചിത്രം. ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, ഭീഷണിപ്പെടുത്തി മധ്യസ്ഥം വഹിച്ച് പൈസ ആക്കുക. രണ്ടുപേർ തമ്മിൽ ഫൈനാൻഷ്യൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിലൊരു പക്ഷം പിടിക്കുക, എൻ്റെ സെറ്റിൽമെൻറ്റ് ചെയ്യുക. സെറ്റിൽമെൻറ്റ് ചെയ്യും പറയും ഞങ്ങൾക്ക് ഇത്ര, അതിൻ്റെ നിശ്ചയ ശതമാനം ഞങ്ങൾക്ക് വേണം. ഇതാണ് BJPയുടെയും RSSൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. ആ കാശ് ഉപയോഗിച്ച് ക്രിമിനൽ സംഘങ്ങളെ വളർത്തി ആ ക്രിമിനൽ സംഘത്തെ കൊണ്ട് രാഷ്ട്രീയ അക്രമം നടത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ BJP പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് BJPയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ അറിയാം. ഉന്നത നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ പങ്കന്വേഷിക്കണമെന്ന് മാത്രമല്ല, ഈ കേസ് വളരെ ഗൗരവമായി തന്നെ കേരളത്തിലെ പോലീസ് എടുക്കണം. ഇന്നലെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോലീസിൻ്റെ ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കും, ഇവർ പല സോഴ്സ് ഉപയോഗിക്കും, അതുകൊണ്ട് വളരെ കർശനമായി തന്നെ ഇതിനകത്ത് ഇടപെടണമെന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഉൾപ്പെടെപ്പെടുത്തിയാണ്. ഈ വിഷയം കൊടുങ്ങല്ലൂരിൽ നിന്ന് DYFI നേതൃത്വം ഞങ്ങളെ വിളിച്ചു പറഞ്ഞ ഘട്ടം മുതൽ ഈ സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ സാമ്പത്തിക സോഴ്സാണ് BJP ഇന്ന് കേരളത്തിൽ അക്രമത്തിലേക്കും മറ്റും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഷംസീർ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഇതിപ്പോൾ ആ രണ്ട് സഹോദരങ്ങളുടെ, രണ്ട് വ്യക്തികളുടെ മാത്രം കുഴപ്പമല്ല, ആ പാർട്ടിയുടെ ആകെ തന്നെ പ്രശ്നമാണ്. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രക്രിയകളും ശരിയല്ലാത്ത കാര്യങ്ങളും തട്ടിപ്പുകളും ഒക്കെ നടത്തുക നിങ്ങളുടെ പാർട്ടിയുടെ ആകെ തന്നെ കുഴപ്പമാണ് എന്നാണ് ശ്രീ AN ഷംസീർ പറയുന്നത്. അങ്ങനെ കാണേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ കുഴപ്പങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന രണ്ടാളുകളുടെ വ്യക്തിപരമായിട്ടുള്ള മിസ്റ്റേക്കായിട്ട് കണ്ടാൽ മതിയോ? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പാർട്ടിയെ വ്യക്തി ഹത്യ ചെയ്തിട്ട് പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം കുറെ കൊല്ലമായി ഈ കേരളത്തിൽ നടക്കുന്നു. BJPക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വടക്കാഞ്ചേരിയിലെ പഞ്ചായത്ത് മെമ്പർ ജയന്തൻ പരസ്യമായിട്ടാണ് പെണ്ണുപിടിച്ചത്. അതിനർത്ഥം CPM കേരളത്തിൽ പെണ്ണുപിടിയന്മാരുടെ പാർട്ടിയാണെന്നാണോ? P. ശശി കണ്ണൂരിൽ ഷംസീറിന്റെ സ്വന്തം ആളായിരുന്നല്ലോ, എന്തിനാണ് പുറത്താക്കപ്പെട്ടത്? ഗോപി കോട്ടമുറിക്കൽ എറണാകുളത്ത് എന്തിനാണ് മാറ്റി നിർത്തപ്പെട്ടത്? അപ്പൊ ഈ CPM കേരളത്തിലെ മുഴുവനും സ്ത്രൈവ താല്പര്യമുള്ള ഒരു പെൺ വാണിഭ സംഘമാണ് എന്ന് BJP പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ച് അന്തസ്സുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. വ്യക്തി വേറെ, പാർട്ടി വേറെ. സ്വാഭാവികമായും ചില വ്യക്തികൾ, 11 കോടി മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയിൽ ചില ആളുകൾ മോശമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവരെ ന്യായീകരിക്കാനോ അവരോടൊപ്പം നിൽക്കുവാനോ അവർ ചെയ്തത് ശരിയാണോ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പോലീസ് നടപടിയെടുത്തോട്ടെ. തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളുടെ പാർട്ടി അപ്പോൾ തന്നെ അവരെ പുറത്താക്കുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും സമീപകാലത്ത് രാജ്യത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണല്ലോ ഡിമോണിറ്റൈസേഷൻ. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടും ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തുന്ന വിധത്തിൽ പണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. നമ്മൾ തന്നെ നേർക്കുനേർ എത്രയോ ടെലിവിഷൻ ചർച്ചകളിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ, കള്ളപ്പണം, വ്യാജ നോട്ട്, ഇതൊക്കെ അടങ്ങുന്ന ഒരു അധോലോകമുണ്ട് സാമ്പത്തികമായിട്ട്. അതിനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗതിയായിരുന്നു ഈ ഡിമോണിറ്റൈസേഷൻ. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പുറത്തുള്ള ഇടങ്ങളിൽ പോലും, സാധാരണക്കാരിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഈ കള്ളപ്പണ മുന്നണികൾക്കെതിരെ സമരം നടത്തിയ ആ പ്രതിഷേധ സമരത്തിൽ എൻ്റെ പോസ്റ്ററിൽ തലയുള്ള ഒരാൾ തന്നെ
കള്ളനോട്ടടിക്കുന്നു എന്നത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അസാധാരണമായിട്ട് ആലോചിക്കുമ്പോൾ ഇത്രക്ക് നാടകീയമായ സംഭവം സമീപകാലത്തൊന്നും നാട്ടിൽ നടന്നിട്ടില്ല എന്ന മട്ടിൽ തോന്നുന്നതാണ്. ആ നിലയിലേക്ക് താങ്കളുടെ പാർട്ടിയുടെ പ്രവർത്തകർ അധപ്പതിച്ചു പോയത്, പ്രവർത്തകരല്ല പ്രാദേശിക നേതാക്കൾ അധപ്പതിച്ചു പോയത് എന്തുകൊണ്ടാകണം? ഏത് കാര്യങ്ങളായിരിക്കണം അവരെ ഇമ്മട്ടിൽ പൂർണ്ണമായിട്ടും വഴിതെറ്റിച്ചിട്ടുണ്ടാവുക? ഒരു വ്യക്തിയെ പാർട്ടിയായിട്ട് മുഴുവൻ കണ്ട് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മോസ്കിൽ ചെന്ന് ആ മോസ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മോസ്കിന്റെ പ്രവർത്തനം നടത്തുന്ന ആളെ ആതുര സേവനത്തിന് വേണ്ടി BJPയുടെ പ്രവർത്തകര് സഹായിച്ചു. ഒരു ചാനലും അത് ചർച്ച ചെയ്തില്ലല്ലോ. ഒരു ചാനലും BJP ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് വളരെ അധ്വാനിച്ചു, അല്ലെങ്കിൽ ആ മോസ്കിന് വേണ്ടി വളരെ കാര്യങ്ങൾ ചെയ്തു, ആരും പറഞ്ഞില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരാൾ മോശം പറഞ്ഞാൽ ഉടനെ അത് പാർട്ടി. ഞാൻ നിങ്ങളോട് 100% യോജിക്കുന്നു. ഡീമോണിറ്റൈസേഷനുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ചില കള്ളത്തരങ്ങൾ നടത്തുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. ചാരായം വാറ്റി വിൽക്കുന്ന ആൾക്കാരായിരുന്നല്ലോ, ചാരായത്തിന്റെ കഞ്ചാവിന്റെ വിൽപ്പന നടത്തിയ ആളായിരുന്നല്ലോ CPMന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരാൾ കണ്ണൂരില്. അപ്പൊ നിരവധി ആളുകൾ, പത്രത്തിൽ വന്ന വാർത്തയാണല്ലോ, സ്പെസിഫിക് ആകാൻ വേണ്ടി ചോദിക്കുകയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. താങ്കളും കൂടെ തൃശ്ശൂരിൽ നിന്നുള്ള നേതാവാണല്ലോ. ഈ പറയുന്ന രണ്ട് സഹോദരങ്ങൾ ഇങ്ങനെ കുഴപ്പം പിടിച്ച ആളുകളാണ് എന്ന് പാർട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നോ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഈ ഘട്ടത്തിൽ ഇത്രക്ക് രാജ്യം മുഴുവൻ പാർട്ടിയെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു കേസിൽ ചെന്ന് പെട്ടുപോയത്? അല്ല, ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവർക്ക് ആകെ ചുമതല കിട്ടിയത്, അല്ലെങ്കിൽ ചുമതല ഇവർക്ക് കൊടുത്തത് ഒരു 3 മാസം 4 മാസം 5 മാസം 6 മാസം മാക്സിമം. അതിനപ്പുറത്തൊരു വലിയ പാർട്ടിയുടെ ചുമതലയൊന്നും വഹിക്കുന്ന ആളുകളല്ല. ഇവരുടെ സെൽഫി ആയിട്ട് ഇപ്പൊ നിങ്ങൾ കാണിച്ചിട്ടുള്ള കുറെ ഫോട്ടോ ഉണ്ടല്ലോ പാർട്ടിയുടെ നേതാക്കന്മാരുമായി നിന്നിട്ട്. എന്റെ കയ്യിൽ കുറെ ഫോട്ടോ ഉണ്ട്. CPMന്റെ നേതാക്കന്മാരും അതുപോലെ DYFയുടെ നേതാക്കന്മാരുമായിട്ട്. എനിക്ക് മനസ്സിലാവുന്നത് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. ശ്രീ PM സുരേഷ് ബാബു, ഇതിനെ ഡീമോണിറ്റൈസേഷനുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. പ്രത്യേകിച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന, സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ള ചില ആളുകളാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ടാകും സ്വാഭാവികമായിട്ടും. പക്ഷേ നമുക്കിതിനെ അങ്ങനെയല്ലാതെ കാണുകയും സാധ്യമല്ല. കള്ളപ്പണത്തിനെതിരായിട്ട് നടന്ന ഒരു ചർച്ചയും ആണ് സമീപകാലത്ത് രാജ്യത്താകെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയകളിലൊന്ന്. അത് മുന്നിൽ നടത്തിയ പാർട്ടിയുടെ നേതാക്കളിൽ ചിലർ ഇങ്ങനെ ചില കള്ള നോട്ട് അടിക്കുക വീട്ടിൽ വെച്ച് എന്ന അങ്ങേയറ്റം നാടകീയമായ സംഭവത്തിലേക്ക് കേരളത്തിൻ്റെ ശ്രദ്ധ എത്തുകയാണ്. എങ്ങനെ കാണണം ഇതിനെ? വെറുതെ രണ്ടാളുകളുടെ കുഴപ്പമായി മാത്രം കണ്ടാൽ മതിയോ? അല്ല, ഇതിനെ നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ലഘൂകരിച്ചൊന്ന് കാണണം എന്ന് വന്നാൽ 2 വ്യക്തികളുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതല്ല, ഇതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വശത്തെക്കുറിച്ച് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്ത് പ്രയോഗിക്കുന്ന, അവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയ സമ്പുഷ്ടതയെക്കുറിച്ച് ഇത് രണ്ടിനെയും തുലനപ്പെടുത്തി സമരസപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവം നമ്മൾക്ക് കാണേണ്ടി വരും. ഇവിടെ ഡിമോണിറ്റൈസേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രാജ്യത്ത് ഇത്രയും കാലം ഭരിച്ചിരുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഉയർത്തി വന്നിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു കള്ളപ്പണം, കള്ളനോട്ട്. അതേപോലെ തന്നെ അതിർത്തിയിൽ പട്ടാളക്കാർക്കെതിരെ കല്ലെറിയാൻ കൊടുക്കുന്ന പണം, രാജ്യരക്ഷയ്ക്ക് എതിരായി തീവ്രവാദികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്രോതസ്സ്, ഇത് അടയ്ക്കുക, ഇതില്ലാതാക്കുക. കഴിഞ്ഞ സർക്കാരുകളെല്ലാം ഇത്തരം സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും അവ നടത്താൻ അനുവദിക്കപ്പെട്ടു. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇതൊക്കെ അനുസ്യൂതം തുടരുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു രാത്രിയിൽ തീരുമാനമെടുത്തിരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ തടയണമെങ്കിൽ ഡിമോണിറ്റൈസേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊക്കെ സംശയിക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരു ഭരണകൂടത്തിൻ്റെ വ്യക്തികളുടെ പാർട്ടികൾ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്കങ്ങനെ സംശയിച്ചുകൂടാ?
എന്തുകൊണ്ട് രാജ്യത്തെ ഏതെങ്കിലും അവരെ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് പേരൊക്കെ കൊടുക്കാം. ഈ പാർട്ടിയുടെ ബിജെപിയുടെ സംസ്ഥാനതല നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള സംഗതികൾ ഇതിനകത്തുണ്ട്, അവർക്ക് കൂടെ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്ന ഇടത്തേക്ക് താങ്കൾ എത്തുകയാണോ? അതൊക്കെ ഗൗരവം കൂടിയ അല്ലെങ്കിൽ ശരിയല്ലാത്ത ആരോപണങ്ങളായിരിക്കുകയില്ലേ? ഇതിപ്പോൾ അങ്ങനെ സംസ്ഥാനതല നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഗതികളിൽ ഏർപ്പെട്ടത് ഇവർ എന്നൊക്കെ പറയുന്നത് കൂടിപ്പോവുകയില്ലേ? ഞാൻ ആശയത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ആശയം ഒരു പ്രത്യേക ആശയത്തെ മുൻനിർത്തി ഒരു ഭരണകൂടത്തെ, ഒരു രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെപ്പോലും പിടിച്ചുകുലുക്കുന്ന തീരുമാനമെടുത്ത ഒരു രാഷ്ട്രീയ സംവിധാനം, ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ തന്നെ ചെറുതെങ്കിലും പ്രാദേശികമായ നേതൃത്വത്തിൻ്റെ ആളുകൾ വീട്ടിലിരുന്ന് നോട്ടടിക്കുന്ന സ്ഥിതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാവണ്ടേ? ജനങ്ങളത് ചർച്ച ചെയ്യണ്ടേ? ഞാൻ ഇതിനകത്തൊരു ക്രിമിനൽ ആക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിമിനൽ കോണ്ടാക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം എൻ്റെ ഭാഗത്തു നിന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനോളമായെന്ന ഒരു അവസ്ഥയിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള മുഴുവൻ സാമ്പത്തിക കുഴപ്പങ്ങൾക്കും കാരണം ഇത്തരം നടപടികളാണ് എന്ന് ആക്ഷേപിച്ചിരുന്ന ആളുകൾ തന്നെ ആളുകളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തന്നെ കയ്യോടെ പിടിക്കപ്പെടുന്ന സംഭവം ഉണ്ടായാൽ പ്രചരിപ്പിക്കുന്നതോ മറ്റൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ്. തീർച്ചയായും വളരെ ഗൗരവതരമായ കാര്യങ്ങൾ. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക് ശ്രീ പി എം സുരേഷ് ബാബു. ശ്രീ പി എം സുരേഷ് ബാബു പറയുന്ന പോലെ ശ്രീ ഷംസീർ അങ്ങേയറ്റം ഗൗരവതരമായ കാര്യമാണ്. പക്ഷെ അവരതിനെ കാണുന്നത് മറ്റ്, നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചുവല്ലോ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് CPM-ന്റെ ആളുകൾ എന്ന് വെച്ച് ആ പാർട്ടി മുഴുവൻ ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, ആ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഒരു സംഘമാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലല്ലോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. സനീഷ, ഈ ഗോപാലകൃഷ്ണൻ ഇവിടെ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയാം, എന്താ പി ശശി ചെയ്തില്ലേ, ഈ മറ്റേ ഗോപി കോട്ടമുറിക്കൽ ചെയ്തില്ലേ എന്നൊക്കെ സൂചിപ്പിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അത്തരം ചെറിയ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പം അത്തരത്തിൽ ആളുകളെ ഞങ്ങൾ നീക്കി. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോഴും ആളുകൾ BJPയുടെ നേതൃത്വത്തിനകത്തുണ്ട് എന്ന് പറയാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ സംസ്കാരം ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ശീലമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ എല്ലാ ആളുകളെക്കുറിച്ചും വളരെ കൃത്യമായ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് ധാരണമുണ്ട്. BJPയുടെ ഓരോ തലത്തിൽപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് വാസുമാഷും സംഘവും പുറത്തുപോയത് എന്ന് ഗോപാലകൃഷ്ണൻ ആലോചിച്ച് നോക്ക്. ഓക്കെ, വാസുമാഷും അശോകനും എന്താണ് BJPയുടെ ഈ പറയുന്ന ഗോപാലകൃഷ്ണനേക്കാൾ വലിയ നേതാവാണല്ലോ വാസുമാഷ്. അദ്ദേഹം എന്തുകൊണ്ടാണ് BJP വിട്ടുപോയത്? അശോകൻ എന്ന് പറയുന്ന RSSൻ്റെ കാര്യമായ പ്രവർത്തകൻ എന്തുകൊണ്ട് RSS വിട്ടു എന്ന് ഗോപാലകൃഷ്ണൻ പോയി ആലോചിക്കണം. അപ്പോൾ തിരിയും അതിൻ്റെ പിന്നിലെ കഥകൾ എന്താണെന്ന്. അതുകൊണ്ട് അധികമൊന്നും അധികം എന്നെ കൊണ്ട് പറയിക്കണ്ട ഗോപാലകൃഷ്ണ. ഇത്തരം കാര്യങ്ങളൊന്നും TV-കകത്ത് വിളിച്ചു പറയുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം, കണ്ണൂരിലെ നേതാക്കന്മാർ കഞ്ചാവൊക്കെ വിൽക്കുന്ന ആരാന്നൊക്കെ ഗോപാലകൃഷ്ണൻ ഒന്ന് അന്വേഷിക്കണം. കഞ്ചാവ് അടിച്ച് അക്രമം നടത്താൻ പോകുന്നവർ ആരാണ്? ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഗോപാലകൃഷ്ണന് വായ പോയ കോടാലി പോലെ എന്തും വിളിച്ചു പറയും TV-കകത്ത്. അതിലൊന്നും ഒരു മടിയില്ല. അദ്ദേഹം ഈ സമീപകാലത്താണ് TV ചർച്ചകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയതും അദ്ദേഹം ഇപ്പോൾ TV-കകത്ത് വന്നിരിക്കുന്നത് ഈ രീതിയിൽ വായ പോയ കോടാലി പോലെ എന്തും വിളിച്ചു പറയാൻ നാക്ക് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളിലേക്ക് പോയാലുള്ള ബുദ്ധിമുട്ട് ഷംസീർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തിരിച്ചു പറയും. ചർച്ച അതിന്റെ ഫോക്കസ് പോവുകയും കിട്ടിയത് അല്ലല്ല, അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഗുരുതര ആരോപണമുണ്ട്. CPM നേതാക്കന്മാർക്ക് കഞ്ചാവ് പറ്റുമോ? അതാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഞാൻ പറഞ്ഞ മെറ്റീരിയൽ എവിഡൻസാ എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് OK വാസുമാഷും അതുപോലെ തന്നെ അശോകനും പാർട്ടി വിട്ടത്? നിങ്ങൾ ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി കഞ്ചാവ് വിറ്റു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ LKG കുട്ടികളെ പോലെ ആവരുത്. LKG ഒന്നാം ക്ലാസ് അതാണ് നമ്മൾ അതിലേക്ക് പറഞ്ഞു പോകേണ്ടതില്ല. കഞ്ചാവ് വിറ്റതിലേക്ക് പോകേണ്ടത് കള്ളനോട്ടിൽ ഒതുങ്ങാം. ഇതിപ്പോൾ കൃത്യമായിട്ട് തെളിവുകളുമായിട്ട് രണ്ട് നേതാക്കൾ പിടിയിലായിരിക്കുകയാണ് ഷംസീർ. അതുകൊണ്ട് കള്ളനോട്ടിൽ തന്നെ ഒതുങ്ങിയാൽ തന്നെയും ചർച്ച ചെയ്യാറുണ്ട്. ദേശസ്നേഹത്തെക്കുറിച്ച് പുലമ്പുന്നവരല്ലേ? ദേശസ്നേഹത്തെക്കുറിച്ച് പുലമ്പുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആരോപണം ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളെ റിസർവ് നോട്ടടിക്കാൻ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാ ഗോപാലകൃഷ്ണ. നിങ്ങൾ ആരെങ്കിലും നോട്ടടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? നോട്ടടിക്കാനുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടി എടുക്കണ്ട. ഇവിടെ ഇപ്പം എല്ലാം നിങ്ങൾ ചെയ്യുകയാണല്ലോ. എല്ലാത്തിനും വലിഞ്ഞു കയറി വന്ന് എല്ലാത്തിനും ചുമതല നിങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ. ഇപ്പോൾ നോട്ടടിക്കാൻ ഇവിടെ നിങ്ങൾ ആരും ചുമതലപ്പെടുത്തിയില്ല. നിങ്ങൾ റിസർവ് ബാങ്കിന്റെ ഗവർണർമാരൊന്നുമല്ല. അതാണ് ഞാൻ കള്ളനോട്ട് കൊണ്ടാണ് കള്ളനോട്ട് പിടിക്കുന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഈ അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ ഷംസീർ താങ്കളിലേക്ക്. ശ്രീ K. ഷഫീഖ്, ഇത് B. ഗോപാലകൃഷ്ണൻ അങ്ങേയറ്റം നിസ്സാരീകരിച്ച് ഇതിനെ ഒരു രണ്ട് ആളുകളുടെ കുഴപ്പം, എല്ലാ പാർട്ടിക്കകത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയമായിട്ട് പലതരത്തിൽ ചാഞ്ഞു നിൽക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തിരിഞ്ഞായിരുന്നുവെങ്കിൽ, അതായത് നേർക്കുനേർ പറയാം, രണ്ട് മുസ്ലിം പേരുള്ള ആളുകൾ ആയിരുന്നു ഈ ഘട്ടത്തിൽ
ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നതെങ്കിൽ, ഇങ്ങനെയുള്ളതിൻ്റെ പകുതി ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയതിന് പിടിയിലായിരുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല നില എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ആളുകൾ വ്യാപകമായിട്ട് പറയുന്നുണ്ട്. രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ, രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ സമുദായമാകെ തന്നെയും ചീത്ത വിളിക്കുകയും തല്ല് ഏൽക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ പക്ഷേ വളരെ ലളിതമായി പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഏത് നിലക്ക് കാണേണ്ടതാണ് ഈ കേസിന്? ഇവിടെ സാധാരണഗതിയിൽ ഒരു സാമൂഹിക പ്രശ്നത്തെ BJP കാണുന്നൊരു രീതിയുണ്ട്. BJP ഏത് സംഭവം ഉണ്ടായാലും ആ സംഭവത്തെ ഇപ്പോൾ ബഹുമാനായ ഗോപാലകൃഷ്ണൻ കണ്ടതുപോലെ അല്ല കാണുന്നത്. ആ സംഭവത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാക്കി മാറ്റി, വിദേശ ശക്തികളുടെ പങ്കാളിത്തം, ഇങ്ങനെയുള്ള ഒട്ടനവധി തിരക്കഥകൾ നിർമ്മിച്ചുകൊണ്ടാണ് വളരെ ചെറിയ ഒരു പ്രശ്നത്തെ പോലും BJP കാണുന്നത്. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇത് BJP ആകമാനം അതിൻ്റെ നേതൃത്വം അറിഞ്ഞു ചെയ്തതാണ് എന്നൊരു വ്യക്തമായ തെളിവ് ലഭ്യമാകാത്തിടത്തോളം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ അന്വേഷിച്ചാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ BJP ഒരു കാര്യത്തെ സമീപിക്കുന്ന ഒരു രീതി ഇപ്പോൾ BJPക്കും ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമായി, ഒരു വ്യക്തിയുടെ ഒരു വ്യതിചലനമായി നമുക്ക് ഇതിനെ അങ്ങനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇവിടെ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് ശേഷം രാജ്യത്തെ പൗരന്മാരുടെ സാമ്പത്തിക വിനിമയത്തെ ഗവൺമെൻറ് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരുടെ വീടുകൾ, അവരുടെ എല്ലാ സാമ്പത്തിക വിനിമയത്തിനു മേലും ഗവൺമെൻറ് കർക്കശമായ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ അണികൾ അസാധാരണമായ വിധത്തിൽ സാമ്പത്തികമായ പുരോഗതി നേടുന്നു. പ്രത്യേകമായ വരുമാനമില്ലാതെ, ഒരു ജോലി, എണ്ണം പറയാവുന്നൊരു ജോലിയില്ലാതെ, ഒരു സോഴ്സ് ഇല്ലാതെ സംഘടനയെ തങ്ങളുടെ തന്നെ അനുയായികൾ വളരെ പെട്ടെന്ന് സാമ്പത്തികമായ പുരോഗതി നേടുന്നു. അവർ നാട്ടിൽ വലിയ തോതിൽ പണമിറക്കുന്നു, പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നു, സുഹൃത്തുക്കൾക്ക് വാഹനം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ വരുന്ന എല്ലാ നേതാക്കന്മാരെയും സൽക്കരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്തേ BJP ഇത് പരിശോധിച്ചില്ല? അവർ രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക നിലയും അവരുടെ സാമ്പത്തിക വിനിമയത്തെയും പരിശോധിക്കാൻ ശ്രമിച്ചൊരു പാർട്ടി ഇവിടെ ശ്രമിച്ചില്ല എന്നിടത്താണ് നമ്മുടെ സംശയം വരുന്നത്. അപ്പോൾ BJPക്ക് ഇതിൽ പങ്കുണ്ട്, BJP നേതാക്കന്മാർക്ക് ഇതറിയാമായിരുന്നോ എന്ന സംശയം അവിടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തെ BJP സമീപിക്കുന്ന രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ BJP വിഷയം ലാഘവമായി കാണുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. എന്താണ് NIA വരാത്തത്? അതാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ, എന്തേ BJP ഇത് പരിശോധിച്ചില്ല ഗൗരവത്തോടെ എന്ന ചോദ്യം അങ്ങേയറ്റം വലുതായിട്ട് സമൂഹത്തിൽ മുഴങ്ങിക്കേൾക്കും വരും ദിവസങ്ങളിലും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പാർട്ടിക്ക് നല്ല ശക്തിയുള്ളൊരു സ്ഥലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് അയാളുടെ വീട്ടിലിട്ടിട്ട് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്ന പോലെ നോട്ടടിക്കുകയായിരുന്നു. നോട്ട് കള്ളനോട്ട്, കള്ളപ്പണം പിടിച്ച് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം വലിയ തോതിൽ ജനങ്ങളെ മുഴുവൻ, രാജ്യം മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നൊരു ഏർപ്പാടിലേക്ക് പോയപ്പോൾ, ഡിമോണിറ്റൈസേഷൻ പോയപ്പോൾ, എങ്കിലും അതുകൊണ്ട് വല്ല ഗുണവുമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് പാകിസ്ഥാനാണ് കള്ളനോട്ടടിക്കുന്നത്, ഈ പറയുന്ന രാജ്യദ്രോഹം മുഴുവൻ നടന്നത് ഇവരാണ് എന്നൊക്കെ ആഞ്ഞാഞ്ഞ് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരാൾ തന്നെ നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ വെച്ച്, നിങ്ങളുടെ അയൽവാസിയായിട്ടുള്ളൊരു നേതാവ്, നിങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നൊരു നേതാവ് കള്ളനോട്ടടിക്കുകയായിരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, കള്ളനോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുകയായിരുന്നു. വാഹനത്തിൽ കയറി പെട്രോൾ പമ്പിൽ ചെന്നുകൊണ്ട് കൊടുക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുക. ലജ്ജ കൊണ്ട് തല താഴ്ത്തി ഈ പാർട്ടി ഒരു 5 കൊല്ലത്തേക്ക് നാട്ടുകാർക്ക് മുന്നിൽ വരുന്നില്ല കേരളത്തിൽ എന്ന് പറഞ്ഞ് പരാജയം സമ്മതിച്ച് പിന്നോട്ട് പോയി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് നാട്ടുകാരോട് പരസ്യമായി പറയുന്നതിന് പകരം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റങ്ങൾ അവരും ചെയ്തിട്ടുണ്ടല്ലോ ഇത് എന്ന് പറയുന്നത് പരിഹാസ്യമായിട്ട്, വലിയ തോതിൽ പരിഹാസ്യമായിട്ട് കാണപ്പെടുകയില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അതായത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കാതെ അയ്യോ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അത് തിരിച്ചുവിടാനും അത് ഇല്ലാതാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം കുറെ നാളായാലും നിങ്ങളെല്ലാം തുടങ്ങിയിട്ട്. നിങ്ങൾ ആരും BJPക്ക് അനുകൂലമായിട്ട് ഒരു ചർച്ചയും സംഘടിപ്പിച്ചിട്ടില്ല, BJPക്ക് അനുകൂലമായിട്ടൊരു വാക്ക് നിങ്ങൾ സംസാരിച്ചിട്ടുമില്ല. അപ്പോ നിങ്ങൾ കയ്യിൽ കിട്ടിയ ഒരു ആയുധം എടുത്തുകൊണ്ട് നിങ്ങൾ അതിശക്തമായി ഞങ്ങൾക്കെതിരെ ആരോപിക്കുന്നു. ഞാൻ ഇതിനെ ന്യായീകരിക്കാൻ ഒന്നും തയ്യാറല്ല. ചെയ്തത് തെറ്റാണ്, അത് 2 വ്യക്തികൾ ചെയ്തതാണ്. ആ വ്യക്തികൾ ചെയ്ത തെറ്റിനെ ഞങ്ങൾ അന്ന് തന്നെ പിടിച്ച് പുറത്താക്കി. നേരത്തെ പറഞ്ഞല്ലോ ഷംസീർ, ഞങ്ങൾ P. ശശിയെ മാറ്റി, ഞങ്ങൾ ഗോപി കോട്ടമുറിക്കലെ മാറ്റി. അദ്ദേഹം മനഃപൂർവ്വം ജയന്തന്റെ പേരിട്ട് പറഞ്ഞില്ല. ഇന്നലെ ഒരു ഗുണ്ടാ നേതാവിനെ തിരിച്ച് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എറണാകുളത്ത്. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഷംസീർ പറഞ്ഞു ഞാൻ അടുത്ത കാലത്താണ് ചാനൽ ചർച്ചയിൽ വന്നത്. ശരിയാ, ഞാൻ ഷംസീറിനെമാതിരി ചാനലിലല്ല പ്രസവിച്ചതും ചാനലിലല്ല കിടന്നുറങ്ങുന്നതും. അത് ശരിയായിരിക്കാം, ഷംസീറിനെമാതിരിയുള്ള ഏർപ്പാടൊന്നും എനിക്കില്ല.
പിന്നെ ആരാണ് കഞ്ചാവ് വിറ്റത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കൊടിശുനി അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോളൂ. ഒരു കാര്യം കൂടെ, അതായത് ഒരു കാര്യം കൂടെ ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു കാര്യം കൂടെ. തീർച്ചയായിട്ടും താങ്കൾക്കെതിരെ ഷെയൻ ഷംസീർ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് അതിനുള്ള മറുപടി പറയേണ്ടതുണ്ടാകും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ശ്രീ ഗോപാലകൃഷ്ണൻ, ആരാണ് ഈ വ്യക്തികൾ എന്ന് കാണേണ്ടതല്ലേ? ഈ രാകേഷും രാജേഷും എന്ന സഹോദരങ്ങൾ ആരാണ് എന്ന് കാണേണ്ടതല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അതായത് ഈ സ്വയം സേവക സംഘത്തിന്റെ സ്വയം സേവകരായിട്ടുള്ള ശാഖയിൽ ചെറിയ പ്രായം മുതൽ പോയി തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവരുടെ ഭരണം രാജ്യത്ത് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ നോട്ട്, കള്ളനോട്ട് സംബന്ധിച്ച്, കള്ളപ്പണം സംബന്ധിച്ച്, അതാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് കണ്ട് അതിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് താങ്കളുടെ പാർട്ടി ആകെ തന്നെയും അതിന് പിന്നാലെ നിൽക്കുമ്പോൾ ഈ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തൊട്ട് ശാഖാപ്രവർത്തനത്തിലൂടെ വന്ന ഈ മനുഷ്യർ അതിനുശേഷം പോലും കള്ളനോട്ടടിക്കുകയായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ. കള്ളനോട്ട് ആരാണ് ഇതിനെ പിടിച്ച്? ഒരു മാധ്യമവുമല്ല, ഒരു പ്രതിപക്ഷ പാർട്ടിയുമല്ല, മറ്റേതെങ്കിലും പാർട്ടികളുമല്ല, അവർ തന്നെ ചെന്ന് വീണ കുഴിയാണ്. അവരുടെ അയൽവാസികളായിട്ടുള്ള താങ്കളടക്കമുള്ള ആളുകൾ കണ്ടില്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. എത്രക്ക് ദയനീയമാണത്. ശരത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ആദ്യം പറയാം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വളരെ ചെറുപ്പ കാലഘട്ടം മുതൽ അവര് ശാഖ അങ്ങനെയൊന്നും ഇല്ല. ഇവര് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവര് വെളിയിലായിരുന്നു, ഫോറിൻ ദേശത്തായിരുന്നു. ദേശത്തു നിന്ന് ഇവര് വന്നതിന് ശേഷം ഇവര് അവിടെ ചുറ്റുവട്ടത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇവരുടെ ചുറ്റുവട്ടം മുഴുവൻ CPM-ന്റെ കേന്ദ്രങ്ങളാണ്. CPM-ന്റെ ആളുകളുമായിട്ടാണ് ഇവർക്ക് ബന്ധം. അങ്ങനെ ഇവര് സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നപ്പം ഞാൻ ഇന്ന് പാർട്ടിയുടെ, എനിക്ക് അസന്നിഗ്ധമായി പറയാം, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാ. ആ കാലഘട്ടത്തിൽ ഇവർ പലിശക്ക് കൊടുക്കുകയും പലിശ അടക്കമുള്ള പൈസ മേടിക്കുന്നു എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ആ ഏരിയ പ്രവർത്തനത്തിന് പോയപ്പോൾ ഇവർക്ക് ഒരു ചുമതലയും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നവരാണ്. ഇവർക്ക് ചുമതലയില്ല ആ കാലഘട്ടത്തിലൊന്നും. ഈ സമീപ കാലഘട്ടത്തിൽ എങ്ങനെയോ ആരെയോ വഞ്ചിച്ചും പറ്റിച്ചും അറിയാതെയും ഇവര് ഒരു ഏറ്റവും താഴ്ന്ന ഒരു പോസ്റ്റ്, ഒരു യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി, ഇതാണ് നിങ്ങൾ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് തുലനം ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്ന വലിയ നേതാവെന്ന് പറയുന്നത്. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ അന്നും നടത്തിയിട്ടുണ്ട്, ഇന്നും നടത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇതാണ്, അവരുടെ പ്രദേശത്ത് ശക്തിയുള്ളൊരു സംഘം അതാണ്. അതുകൊണ്ട് അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്താൻ ഇതോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് കണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നു എന്നല്ലാതെ അവർ ഒരു ഘട്ടത്തിൽ അവരെ പുറത്താക്കിയിട്ടുണ്ട്. നേരത്തെ CPM-കാരുമായിട്ടായിരുന്നു അവർക്ക് ബന്ധം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അത് വെച്ച് നരേന്ദ്രമോദി തൊട്ട് ആ സംഘത്തെ ആകെ, ആ രാഷ്ട്രീയ പാർട്ടിയെ ആകെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കുന്നതല്ല. ശ്രീ എൻ ഷംസീർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവം കാണുന്നേയില്ല. ഇതൊരു കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, അതിൻ്റെ അപ്പുറത്ത് എനിക്കറിയില്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന BJP-യുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഫണ്ട് സോഴ്സ് എവിടെ? അത് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ബ്ലേഡാണ്. ആ ബ്ലേഡ് ഇവരിപ്പം പഴയ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നു. ഇത്തരത്തിലാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്. ഞാനൊരു കൊടുങ്ങല്ലൂരോ കയ്പമംഗലോ ഒതുങ്ങി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം എന്നെ ആക്ഷേപിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത്. നിങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് P ശശിയില്ലേ, നിങ്ങൾ ഈ ഉത്തരം കുറ്റുമ്പം കൊഞ്ഞനം കുത്തി സ്കൂൾ കുട്ടികളെ പോലെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നിങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി ചെയ്ത കുറ്റത്തിന് നിങ്ങൾ മറ്റുള്ളവരുടെ പരിപാടി ചെയ്യേണ്ട കാര്യം? അതിൽ തുടരണ്ട ശ്രീ ഷംസീർ. പറയണല്ലോ, ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ. ഗോപാലകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം ക്ലിയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് പോരായ്മയാണ്. നിങ്ങൾ സമ്മതിച്ചല്ലോ. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഈ പറയുന്ന രാജേശ്വരിയും രാജീവിനെയും ഞാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. മറിച്ച് പുതിയ ജില്ലാ പ്രസിഡന്റ്, എനിക്കറിയില്ല തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആരാണെന്ന്. അപ്പോൾ അതിനർത്ഥം തൃശ്ശൂരിലെ പുതിയ ജില്ലാ പ്രസിഡന്റാണ് അവരെ ഉയർത്തിയത്. ക്ലിയറായി നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ ഈ പറയുന്നത് എന്താ? നിങ്ങൾ പറഞ്ഞു കള്ളനോ, നിങ്ങൾ രാജ്യസ്നേഹികൾ, നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ കള്ളനോട്ട് പിടിക്കും. കൊടുങ്ങല്ലൂരിൽ പിടിച്ചത് നിങ്ങൾക്ക് പ്രസ് നടത്തല്ലേ നോട്ടടിക്കുന്ന? നിങ്ങളെ ആരെ ചുമതലപ്പെടുത്തി? അതുമാത്രമല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താ? BJP ചെയ്യുമ്പോൾ വ്യക്തികളാണ്. BJP-യുടെ ഏതെങ്കിലും അനുഭാവികളോ നേതാക്കന്മാരോ ചെയ്താൽ അത് വ്യക്തികൾ, മറിച്ച് മറുഭാഗത്താരെങ്കിലും ചെയ്യുമ്പോൾ അത് പാർട്ടിയാണ്. ഇതല്ലേ നിങ്ങളുടെ രീതി? നിങ്ങൾ നേരത്തെ ഇവിടെ സനീഷ് ചോദിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും 2 ചെറുപ്പക്കാരുടെ പേരാണെങ്കിൽ ഈ രാജ്യം നിങ്ങൾ തിരിച്ചു വെക്കില്ല ഗോപാലകൃഷ്ണ?
ഇവരുടെ പങ്ക് ആരൊക്കെ IS ബന്ധമുണ്ടോ, ഹർക്കത്തുൽ മുജാഹിദീനുമായിട്ട് ബന്ധമുണ്ടോ, അൽഖ്വയ്ദയായിട്ട് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് ഈ ഗോവർഷനും സംഘവും തെരുവിലിറങ്ങില്ലേ? പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങൾ നിങ്ങൾ ആകെ ആക്ഷേപിക്കില്ലേ? ഇതിപ്പോൾ സ്വന്തം കപ്പലിൽ തന്നെ കള്ളനായതുകൊണ്ടാണ് നിങ്ങൾ ഈ മൗനം പാലിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് പലിശ തന്നെയാ. അതുകൊണ്ടാണ് നിങ്ങൾ സഹകരണ പ്രസ്ഥാനം തകർക്കാൻ കേരളത്തിൽ പരിശ്രമിച്ചത്. പലിശ കൊണ്ട് സുരേഷ് ബാബു, ശ്രീ ഷഫീഖ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാൻ താങ്കൾക്ക് മതിയായ സമയം തരും. താങ്കളിലാണ് ഇത് അവസാനിപ്പിക്കേണ്ട ചർച്ച. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM സുരേഷ് ബാബു, ഇത് നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയാവുന്ന നില ഇപ്പോഴേതായാലും കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൽ തന്നെ ആകപ്പാടെ തന്നെയുമില്ല. ഇതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ വാർത്ത, ഈ അവരുടെ കള്ളപ്പണത്തിനെതിരായുള്ള സമരത്തിൻ്റെ ഫ്ലക്സ് ബോർഡിൽ ഇദ്ദേഹം, ഈ നേതാവിൻ്റെ കൂടെ ഫോട്ടോ ഉള്ള ആ ഫ്ലക്സ് ബോർഡിൻ്റെ ചിത്രമടക്കം ദേശീയ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വാർത്തയാണ്. ഇത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന സംഗതിയുമല്ല. കഴിഞ്ഞ ദിവസം താനയിൽ ജൂൺ 19-ാം തീയതി ഒരു ഉത്തർപ്രദേശ് സ്വദേശിയെ പിടികൂടിയത് 2000-ന്റെ 10.25 ലക്ഷം രൂപക്ക് വരുന്ന കള്ളനോട്ടുകളുമായിട്ടാണ്. മാൾഡയിൽ നിന്ന് 2000-ന്റെ ഏതാണ്ട് 25 ലക്ഷം രൂപ വരുന്ന കള്ളനോട്ടുകളുമായിട്ട് മറ്റൊരാളെയും പിടികൂടി. എല്ലാ ദിവസവും എന്നോണം കള്ളനോട്ടുകൾ, വ്യാജനോട്ടുകൾ പിടിക്കുന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വെറുതെ ഒരു ഗൂഗിൾ സെർച്ചിൽ തന്നെ കാണാവുന്നതുമാണ്. നോക്കൂ, വലിയ ശക്തമായൊരു ഭരണകൂടം വലിയ കള്ളപ്പണം പിടിക്കുന്നതിനുള്ള അതിശക്തമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് നീങ്ങുന്നു എന്ന തോന്നലുണ്ടാക്കിയ സംഭവ വികാസങ്ങളായിരുന്നു. ഈ പറയുന്ന രാജ്യം മുഴുവൻ പലതരത്തിൽ അതിനെ ബുദ്ധിമുട്ടിയെങ്കിലും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ മനസ്സുള്ള ആളുകളും അതിനെ വിമർശിച്ചെങ്കിലും ആത്യന്തികമായിട്ട് അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു ഏതാണ്ട് ഒട്ടുമുക്കാൽ ആളുകളും. പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ തന്നെയും സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരെ, പ്രവർത്തകരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന രണ്ടാളുകൾ ക്രിമിനൽ മനസ്സുള്ള ആളുകളും ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമായിരിക്കാം, പോകട്ടെ. പക്ഷേ എങ്കിൽ തന്നെയും അതേ പാർട്ടിക്കകത്തുള്ള ആളുകളെ ഭയപ്പെടുത്താൻ പോലും സാധിച്ചിട്ടില്ല. ഈ കാണായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളും മറ്റും എന്നത് എത്രക്ക് ദയനീയമാണ്. ഈ രാജ്യം ഇങ്ങനെയൊക്കെ തന്നെ പോകൂ. ഏത് രാഷ്ട്രീയ നേതൃത്വം, ഏത് പ്രധാനമന്ത്രി, എത്ര ശക്തമായ ഭരണകൂടം എന്തൊക്കെ നടപടികൾ എടുത്താലും ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകും. അതേ പാർട്ടിയുടെ ആളുകൾ അവർ കുറ്റമെന്ന് കാണുന്ന വലിയ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ചർച്ച ഒരു പ്രതലത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകാൻ ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീൽ ശ്രമിക്കുമെന്ന കാര്യം നമുക്കെല്ലാവർക്കും ആലോചിക്കാമല്ലോ. കാരണം വന്നു കൂടിയിരിക്കുന്ന മറ്റ് 3 പേരും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഈ നടപടിയെക്കുറിച്ചുള്ള ആക്ഷേപമായിരിക്കും. പക്ഷേ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഷംസീർ കയറി അതിൽ കൊത്തി ചർച്ചയുടെ നിലവാരം താഴ്ത്തേണ്ടുന്നൊരു കാര്യമില്ലല്ലോ. നമുക്ക് ഈ വിഷയം തന്നെ എടുക്കാമല്ലോ. ആ വിഷയത്തിലല്ലേ നമ്മൾ എടുക്കേണ്ടത്. ഈ വിഷയം മൂടിവെക്കപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തിയ വക്കീലിൻ്റെ ഭാഗം അതിൽ കൊത്തി തന്നെ ഷംസീർ നടന്നത് ഈ ചർച്ചയ്ക്ക് നമുക്ക് വേണ്ടുന്നത്ര ഉയർച്ച കിട്ടാതെ പോകുമെന്നുള്ളതൊരു വിഷയമാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഈ രാജ്യത്തെ ശിഥിലപ്പെടുത്താൻ ഈ തരത്തിലുള്ള സാമ്പത്തിക ഘടന ശിഥിലീകരിച്ചാൽ മതി. അതിൻ്റെ കാര്യങ്ങളെല്ലാം താത്വികമായി അറിയാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ അത് ജനങ്ങളുടെ മുമ്പിൽ ശ്രീ സനീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഷ്ടപ്പാടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയുടെ ഘടകത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി വയറും മുറുക്കിപ്പിടിച്ച് ഈ കഷ്ടപ്പാടുകളെ സഹിച്ചിട്ട് ആ സംവിധാനത്തിൽ തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനോട് അപ്പോളജൈസ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. അതല്ലാതെ അത് 2 വ്യക്തികളുടേതാണ് എന്ന് പറഞ്ഞ് മാറ്റിക്കൊടുക്കുകയല്ല. ഇത്തരം കാര്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ ഘടന, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന വ്യക്തികളോട് നിയമപരമായി നടപടികൾ എടുക്കുമ്പോൾ തന്നെ ആ കാര്യത്തിൽ അണികളെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ സംവിധാനവും വേണം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മാത്രമാണ് കള്ളനോട്ടിൻ്റെ ആളുകൾ, കള്ളപ്പണത്തിൻ്റെ ആളുകൾ എന്ന ഒരു ധ്വനി നൽകി ഈ നാടിനെ സംരക്ഷിക്കാൻ പ്രാപ്തമായ ഏക സംവിധാനം BJP ആണെന്ന ആശയം കൊടുത്തുകൊണ്ട് ജനങ്ങളെ വ്യാമോഹിപ്പിച്ച് നിർത്തിയ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽപ്പെട്ട പ്രവർത്തകരും നേതാക്കന്മാരും ഇതിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് വരുന്നത്
വേദനാജനകം മാത്രമല്ല, പ്രതിഷേധാർഹമാണ്. അതാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർക്കിടയിൽ എത്തുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ, നാട്ടുകാർക്കിടയിലേക്ക് അത് എത്തിക്കാൻ ഒരു രാഷ്ട്രീയ സംവിധാനം പ്രാപ്തമായ തോതിൽ വേണമായിരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഇക്കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രണ്ട് നേതാക്കൾ എത്ര പ്രാദേശികമായ തലത്തിലുള്ള നേതാക്കളാണെങ്കിലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ചെന്നുപെടുമായിരുന്നില്ല. ഇനിയിപ്പോൾ പോട്ടെ, അവരുടെ കുഴപ്പമാണ് എന്ന് കരുതുക. അവരവിടെ വീട്ടിൽ നിന്ന് നോട്ടടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ആ വീട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ നേതാക്കളെ അറിയാവുന്ന ആളുകളെങ്കിലും ഉണ്ടാകണമായിരുന്നു നിങ്ങളുടെ മറ്റുള്ള ആളുകൾക്കിടയിൽ. ഒരു ജില്ലക്കകത്ത് ചെറിയ താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണെങ്കിൽ തന്നെയും ആ പോസ്റ്ററിലൊക്കെ പേര് വരുന്നൊരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടന്നതെന്ന് അറിയുക പോലും ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയെയാണ് നിങ്ങൾ രാജ്യമേൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ കൂടെ പ്രചരണം നടത്തുന്നത്. നോക്കൂ, രണ്ടാമത്തെ കാര്യം, ബീഫ് വിൽപ്പനയുടെ പേരിൽ, ബീഫിൻ്റെ പേരിൽ ഇന്നും ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അന്നും ഈ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങളെ എതിർക്കുന്ന ആളുകൾ, പൂർണ്ണമായിട്ട് എല്ലാവരും വിശ്വസിച്ചില്ല, എതിർക്കുന്ന ആളുകൾ പറഞ്ഞു ഈ ബീഫിനെതിരായിട്ടുള്ള സമരം നിങ്ങൾ നടത്തി, എന്നിട്ട് ബീഫിൻ്റെ കയറ്റുമതി ഏറ്റവും കൂടുതൽ നടന്നത് നിങ്ങളുടെ നേതാക്കളാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക, അതേ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അതുമായി ചേർന്ന് തന്നെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ചെയ്യുക. എന്തൊരു ദുരന്തമാണിത്, എന്തൊരു ദുരന്തമാണിത്. എങ്ങനെയാണ് നാട്ടുകാരോട് വിശദീകരിക്കുക? അല്ല, നിങ്ങൾ ബീഫിന്റെ കാര്യം പറയുന്നത്, ബീഫ് നിരോധനം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല, അത് സുരേഷ് ബാബുവിനോട് ചോദിക്കേ. ബീഫ് നിരോധനം കൊണ്ടുവരികയും ഇന്ത്യയിൽ ബീഫിന്റെ പേരിൽ വലിയ കലാപം ഉണ്ടാവുകയും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ശ്രീ ഗോപാലകൃഷ്ണൻ, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ശ്രീ സുരേഷ് ബാബുവിനും അറിയാം. താങ്കൾ ആ വിഷയത്തിൽ നിന്ന്, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കള്ള നോട്ടടിച്ചു എന്ന് ഇന്ന് പറയുന്നു, കള്ള നോട്ടടിച്ചത് തെറ്റാണെന്ന് പറയുന്നു, കള്ള നോട്ടടിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ആരും അതിനെ അനുകൂലിച്ചിട്ടില്ല. പക്ഷെ കള്ള ലോട്ടറി അടിച്ച ഫാരീസ് അബൂബക്കറെ താങ്ങിക്കൊണ്ട് നടക്കല്ലേ ഇപ്പോഴും CPM കോടിക്കണക്കിന് രൂപയല്ലേ ഫാരീസിന്റെ മേടിച്ചത്. മാത്രമല്ലല്ലോ, ജയന്തൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കുഴൽപ്പണത്തിന്റെയും സ്ത്രീ ലംഘനവുമായിട്ടുള്ള ആ ജയന്തൻ ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറാണ്. അയാളെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല എന്ന് മാത്രമല്ല, ജില്ലാ സെക്രട്ടറി അനുകൂല നിലപാട് PM സുരേഷ് ബാബുവിന്, ഷംസീറിന്, ഷഫീഖിന് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം എത്രയോ വ്യക്തമായിട്ട് അറിയാം ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ എന്തുകൊണ്ടാണ് വിഷയത്തിൽ മാറിപ്പോകുന്നതെന്ന്. താങ്കൾക്ക് സംസാരിക്കാനാകാത്തത് കൊണ്ടാണ്. പക്ഷേ ഇക്കാര്യത്തിന് മാത്രം ഉത്തരം നൽകൂ. എന്തുകൊണ്ടാകണം തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും, നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരും മറ്റ് നേതാക്കളും പോലും ഇക്കാര്യം അറിയാതെ പോയത്? പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇന്ത്യയെ കട്ടുതിന്നവരാണ് കോൺഗ്രസുകാർ. രാജ്യദ്രോഹം എന്ന് പറയുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്, കാണുന്ന ആളുകൾക്കുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയൂ, എന്തുകൊണ്ടാണ് തൊട്ടടുത്തുള്ള മറ്റ് നേതാക്കൾക്ക് പോലും ഇവർ കള്ളനോട്ട് അടിക്കുകയാണ്, ഇവർ കള്ളനോട്ടടിക്കാരാണ് എന്ന് മനസ്സിലാകാതെ പോയത്? നാട്ടുകാരെ അറിയാത്ത, സ്വന്തം പ്രാദേശിക പ്രവർത്തകരെ അറിയാത്ത, സ്വന്തം സഹപ്രവർത്തകരെ അറിയാത്ത ആളുകളാണോ നിങ്ങളുടെ പാർട്ടിയും അതിന്റെ നേതാക്കളും? നോക്കൂ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന രണ്ട് കള്ളനോട്ടടിക്കാരുടെ വീട്ടിന് തൊട്ടടുത്തുള്ള പ്രാദേശിക നേതാക്കൾ, മറ്റ് നേതാക്കൾ അവർക്ക് ഈ കുഴപ്പങ്ങളുണ്ട് എന്നറിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ കള്ളനോട്ട് അടിക്കുന്നുണ്ടായിരുന്നു എന്നറിയാതെ പോയത്? നാട്ടുകാരെ അറിയാത്ത, നേർക്കുനേർ നേതാക്കളുടെ കാര്യങ്ങൾ പോലും അറിയാത്ത, ജനവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത പാർട്ടിയാണോ താങ്കളുടേത്? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു ഒരു CPM കേന്ദ്രത്തിന്റെ നടുവിലാണ് ഇവരുടെ വീടുകൾ. ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം CPM-ന്റെ ആളുകളുമായിട്ടാണ്. CPM-ന്റെ നേതാക്കന്മാരുമായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോകൾ ഒരു 25 ഞാൻ നിങ്ങൾക്ക് തരാം. താങ്കൾ CPM-നെ അഭിനന്ദിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ. താങ്കൾ CPM-നെ അഭിനന്ദിക്കുകയാണോ? CPM-നോട് ബന്ധമുണ്ടായിട്ടും അവർക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്താൻ ആ പാർട്ടിക്കകത്തേക്ക് പോകാനുള്ള ധൈര്യം കിട്ടിയില്ല. അപ്പോൾ പിന്നെ സെലക്ട് ചെയ്യാവുന്ന പാർട്ടി എന്ന നിലക്ക് നിങ്ങളുടെ പാർട്ടിയെ സെലക്ട് ചെയ്തതാണോ? നിങ്ങളുടെ പാർട്ടി അമ്മട്ടിൽ മോശക്കാർക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമാണോ? അല്ല, ചിലപ്പോൾ ഈ CPM-ന്റെ പിന്തുണ കൊണ്ട് തന്നെ ആയിരിക്കും ഇത് നടത്തിയിട്ടുണ്ടാവുക. ഞാൻ വളരെ ശ്രദ്ധയോടും ഇതിന്റെ അന്വേഷണം നീളുമ്പോൾ ഒരുപക്ഷെ CPM നേതാക്കന്മാരായിരിക്കും പ്രതിക്കൂട്ടില്. അപ്പോഴും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം കാര്യങ്ങൾ പോകുന്നത് അങ്ങോട്ടാണ്. അത് ഞാൻ ഇപ്പോൾ വിശദമാക്കുന്നില്ല. എന്റെ കയ്യിലും ചില രേഖകളുണ്ട്. ഇവരുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന DYFയുടെ നേതാവിന്റെ ഫോട്ടോ വെളിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്, ഇവർ രണ്ടുപേരും കൂടി എന്താ ചെയ്തു എന്നുള്ളതൊക്കെ വെളിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ഫസൽ വധം മാതിരി ആയിരിക്കും ഈ കാര്യം വരാൻ പോകുന്നത്. കാരണം എത്ര കള്ളത്തരം ചെയ്താലും ഒരു ദിവസം വെളിയിൽ വരും. കണ്ണൂരിലെ കാര്യം കുറെ നേരമായി ഷംസീർ പറയുന്നു. നിലവാര തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷംസീറിന്റെ വാക്കുകൾ. ഷംസീർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ശ്രീ ഗോപാലകൃഷ്ണൻ, കുറെക്കൂടെ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ശ്രീ ഗോപി, യുവമോർച്ചയുടെ അവിടുത്തെ ആ പ്രദേശത്തെ നേതാവാണ്, ജില്ലയിലെ നേതാവാണ്, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഗോപി, എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വലിയ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടാളുകൾ നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകരായിട്ട്, സഹനേതാക്കളായിട്ടുള്ള കാര്യം നിങ്ങൾ അറിയാതെ പോയത്?
ശ്രീ ഗോപി, ഹലോ, താങ്കൾ കേൾക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രക്ക് വലിയ ക്രിമിനൽ മനസ്സുള്ള രണ്ടാളുകൾ, കള്ളനോട്ടടിക്കുന്ന രണ്ടാളുകൾ നിങ്ങൾക്കൊപ്പം സഹനേതാക്കളായി ഉള്ളത് നിങ്ങൾ അറിയാതെ പോയി? ഈ പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടു എന്നറിഞ്ഞ് 3 മണിക്കൂറിനകം തന്നെ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. ഇവര് മുൻപ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സൂചനകൾ ആ നാട്ടുകാർക്കും ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അവർക്ക് നേരത്തെ ഈ പലിശക്ക് പണം കൊടുക്കുന്നത് പോലുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു കേൾക്കുന്നു. ഇല്ല, ഞങ്ങളുടെ അറിവില് അത്തരത്തിലൊരു പരിപാടി എന്റെ അറിവിലില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ സംഘടനയുടെ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ളത്. ഇവർ താമസിക്കുന്ന ഒരു CPM-ന്റെ കേന്ദ്രത്തിലാണ്. അവര് കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇതില് പറയുന്ന ഈ രാകേഷ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആള് ഏറെക്കാലമായിട്ട് വിദേശത്തായിരുന്നു. കുറച്ച് നാളുകളായിട്ടുള്ള അയാള് നാട്ടിൽ വന്നിട്ട് അപ്പോ BJP-യുടെ അവിടുത്തെ ബൂത്തിന്റെയോ ഒരു ചുമതല വഹിക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ശോഭാ സുരേന്ദ്രൻ നയിച്ച ഒരു ജാഥയിൽ, അതായത് കള്ളപ്പണ മുന്നണികൾക്കെതിരെ BJP-യുടെ സംസ്ഥാന ജാഥ, പ്രധാനപ്പെട്ട നേതാക്കളെ നയിച്ച ജാഥയിൽ, ആ ജാഥയുടെ ഫ്ലക്സ് ബോർഡിൽ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലായിടത്തും ഉണ്ടല്ലോ. അതിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ചയാണ്. അതെങ്ങനെ വന്നു? ഈ പറയുന്ന ചെറിയ ബന്ധം മാത്രമുള്ള ഒരു നേതാവാണെങ്കിൽ, വളരെ പെട്ടെന്ന് ഈ സമീപകാലത്ത് മിസ്ഡ് കോൾ അടിച്ച് കയറി വന്ന ഒരു നേതാവാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ പ്രാധാന്യത്തോടുകൂടി? പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റി അടിച്ചു വെച്ച ഫ്ലക്സിലായിരിക്കും അദ്ദേഹത്തിന്റെ ഫോട്ടോ വന്നത്. പ്രാദേശികമായിട്ടല്ല, ജില്ലാ തലത്തിൽ തന്നെയുള്ള ഫ്ലക്സിലാണ്. ജില്ലാ തലത്തിലല്ല. അത് സനീഷിന് തെറ്റുപറ്റിയതാണ്. അത് ജില്ലാ തലത്തിലല്ല, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആരോ കമ്മിറ്റി അടിച്ചു വെച്ചിട്ടുള്ള ബോർഡിലാണ് അയാളുടെ ഫോട്ടോ ഉള്ളത്. അത് ഈ പറയുന്ന രാജേഷിന്റെ അല്ല, രാജീവ് എന്ന് പറയുന്ന ഇയാളുടെ സഹോദരൻ. അല്ലല്ല, ഫ്ലക്സ് ഞങ്ങളുടെ കൈവശമുണ്ട്, ഫ്ലക്സിന്റെ ചിത്രം ഞങ്ങളുടെ കൈവശമുണ്ട്. അത് രാജേഷ്. ഞാൻ നിങ്ങളുടെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണുന്നത് രാജീവ് എന്ന് പറയുന്ന ഈ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത അയാളുടെ സഹോദരനാണ്. രാജീവ് എന്ന ആളുടെ ചിത്രമാണ് ഫ്ലക്സ് ബോർഡിലുള്ളത്. അയാളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങളിലോട്ടുള്ള അറിവേ എനിക്കുള്ളൂ. തിരിച്ചു വരാം താങ്കളിലേക്ക്. താങ്കൾക്ക് തെറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഞാൻ തിരിച്ചു വരാം, ഒന്നുകൂടെ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ AN ഷംസീർ, CPM ബന്ധം, DYFI നേതാവിലേക്കുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ചർച്ച ചെയ്ത് കാര്യങ്ങളെ ബന്ധപ്പെടുന്നത്. ഫസൽ വധ കേസ് പോലെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഫസൽ വധക്കേസ് സത്യം ജയിക്കും എന്ന പൂർണ്ണ ബോധ്യം എനിക്കിപ്പോഴുണ്ട്. ഒന്ന്, ഇനി അതല്ല ഡിബേറ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഗോപാലകൃഷ്ണനും നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യം, ഉണ്ടയില്ലാത്ത വെടി വെച്ചുകൊണ്ട് കാര്യമില്ല ഗോപാലകൃഷ്ണ. ഇപ്പോൾ DYFIയിലേക്ക് വരിക. നിങ്ങളെ സംഘടന എന്താ? DYFI എന്ന് വരുന്ന ആളെ നേരെ പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനയാണോ? എന്താ ഇപ്പം എന്താ ആക്കിയിട്ട് നിങ്ങൾ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി യുവമോർച്ചയുടെ ഒരാൾ, മറ്റൊരാൾ ബൂത്ത് സെക്രട്ടറി. ഇവർ പറയുന്നത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തൊരു നാണക്കേടാണ്. ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് അപ്പോളജൈസ് ചെയ്യും. ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഇത്തരം പ്രവർത്തകന്മാർ ഞങ്ങളുടെ സംഘടനക്കകത്തുണ്ടെങ്കിൽ അത്തരത്തിൽ ആളുകളെ പുറത്താക്കി. എന്തിനാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരം ആളുകളെ ന്യായീകരിച്ച് കേസ് വാദിച്ചു പൊളിക്കുന്ന വക്കീലായിട്ട് ഗോപാലകൃഷ്ണൻ മാറില്ല. സാധാരണ കേസ് വാദിച്ച് ജയിക്കാനാണ് വക്കീലന്മാരുടെ തളവ് പോവുക. പക്ഷെ ഇദ്ദേഹം വാദിച്ച് കേസ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാദിച്ച് കേസ് പൊളിയുമ്പോൾ അദ്ദേഹം വിടുവായത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്ഷുഭിതനാവുന്നു. ആ ക്ഷുഭിതനാവുന്നത് തന്നെ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ ചർച്ചയിൽ ക്ഷുഭിതനാവുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്കോപ്പ് ഇല്ല എന്ന് വളരെ ക്ലിയറാണ്. നിങ്ങൾ ഡിഫൻസിലായി എന്നുള്ള വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ക്ഷുഭിതനായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് മറുപടി പറയേണ്ടി വരും. ഞാൻ പറയേണ്ടത് എന്താണെന്ന് ബഹുമാനനെ സുരേഷ് ബാബു ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. അത് എന്നെ ചർച്ച ചെയ്യാൻ വിളിച്ച എന്റെ പാർട്ടിയുടെ ഭാഗമായിട്ടാണ്. എവിടെ ഈ ചർച്ചകത്ത് CPM എവിടെയും കുറ്റപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് എന്നാ പിന്നെ നിക്കട്ട ഒരു കുത്ത് എന്ന രീതിയിലേക്ക് സുരേഷ് ബാബു സംസാരിക്കരുത്. നിങ്ങൾ വലിയ സീനിയർ നിങ്ങളുടെ പാർട്ടിയോട് കുറ്റപ്പെടുത്തി ഞാൻ മിണ്ടാതിരിക്കണം. ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിന്റെ പാർട്ടിയെ ഞാൻ ഈ ഡിബേറ്റിനകത്ത് വന്ന് കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾ ശരി കേമത്തരം എന്ന് പറഞ്ഞിരിക്കുവോ? ഞങ്ങളുടെ പാർട്ടി കഞ്ചാവ് വിൽക്കുന്നവരാണെന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് കള്ളനോട്ടടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാവാൻ റാൻ മൂടിയിരിക്കണം. ഇവിടെ അത് കഴിഞ്ഞു. പ്രതിനിധിയാണ്. പ്രതിനിധിയായിട്ട് വരുമ്പോൾ എനിക്ക് പറയേണ്ടി വരും. ഗോപാലകൃഷ്ണനാണെങ്കിലും നേരത്തെ സംസാരിച്ച ശ്രീ ഗോപിക്കാണെങ്കിലും അവിടെയുള്ള നേതാക്കൾക്കാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ സംഘടനക്കകത്ത് സമീപകാലത്ത് മാത്രം വന്ന ഒരാളാണ്. അത് വെച്ച് പാർട്ടിയെ മൊത്തമായിട്ട് ചീത്ത വിളിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന്.
അല്ല, അവരുടെ രണ്ടുപേരുടെയും വർത്തമാനത്തിൽ ശ്രീ ഗോപാലകൃഷ്ണൻ്റെയും ഗോപിയുടെയും വാക്കുകളിൽ തന്നെ വലിയ വൈരുദ്ധ്യമുണ്ട്. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ആളുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ഒരു മോശം പശ്ചാത്തലമുള്ളതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പുതിയ ജില്ലാ പ്രസിഡന്റ് ശ്രീ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കുറച്ച് കൂടുതൽ കാലമായിരിക്കുന്നു അദ്ദേഹം പ്രസിഡൻ്റായിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രാദേശിക നേതാവ് പറയുന്നു അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എങ്ങനെ ഗോപാലകൃഷ്ണൻ അറിഞ്ഞു? അപ്പോൾ ഇവിടെ വളരെ ഒരു ദുരൂഹത ഇവർക്ക് അറിയാമായിരുന്നു. ഈ ആളുകളുടെ പശ്ചാത്തലം ഈ നേതാക്കന്മാർക്ക് ധാരണയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴത് പിടിക്കപ്പെട്ടില്ല എങ്കിൽ അവർ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും, BJPയുടെ നേതാക്കന്മാരായിട്ട് പോകും. അവരുടെ ഈ പണം ഇവിടെ വളരെ പ്രധാനമായൊരു കാര്യമുണ്ട്. ഒരു പെട്രോൾ ബാങ്കിലോ ഒരു മത്സ്യ മാർക്കറ്റിലോ കൊണ്ടുപോയി കൊടുക്കാവുന്ന തുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇവർ വളരെ വർഷങ്ങളായി അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നോട്ട് ഇവരെവിടെയാണ് ഇത് കൊണ്ടുപോയി ചെലവഴിച്ചിരുന്നത്? ആ സോഴ്സ് ഏതാണ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടി BJP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അവർ ഈ സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരുന്നത് ഇതാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു സംരക്ഷണം, ഒരു കവറിങ് അവരുടെ ഈ പ്രവർത്തനത്തിനുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഗോപാലകൃഷ്ണൻ്റെയും ഗോപിയുടെയും വാക്കുകളിൽ തികഞ്ഞ വൈരുദ്ധ്യമുണ്ട്. ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടത്തുന്ന ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന നാടകമെല്ലാം കയ്യോടെ പിടിക്കുമ്പോൾ പിന്നെ ഏത് പാർട്ടിക്കും ഏത് സംഘടനയ്ക്കും ചെയ്യാവുന്നൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ എന്നതാണ്. അത് പിടിക്കപ്പെട്ടില്ല എങ്കിൽ ഇവരുടെ സംരക്ഷണയിൽ തന്നെ മുന്നോട്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJPയാണ്. ഇവിടെ ഇവർ കള്ളപ്പണത്തെക്കുറിച്ച് വലിയ വർത്തമാനം പറയുന്നല്ലോ. ഇതിനെല്ലാം കണക്കും കൃത്യവും വ്യവസ്ഥയും ഉണ്ടോ? കള്ളപ്പണ വേട്ട എന്ന് പറയുന്നത് പൊളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കള്ളനോട്ടും പൊളിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും നേരത്തെ പശ്ചിമ ബംഗാളിലെ പാർട്ടി ഘടകം നോട്ട് പിൻവലിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ കള്ളപ്പണം ആരുടെ കയ്യിലായിരുന്നു? കള്ളപ്പണം മാറ്റിയെടുക്കാൻ ആവശ്യമായ അവസരവും സന്ദർഭവും ഒരുക്കി കൊടുത്തുകൊണ്ട് കള്ളപ്പണ വേട്ട പൊളിഞ്ഞു. അതിനെ കണക്ക് പുറത്തു വിടുന്നില്ല. എന്താണ് എത്ര കള്ളപ്പണം പിടിച്ചു ഒരു വിവരവും പറയുന്നില്ല. കള്ളനോട്ട് പാകിസ്ഥാൻ ബന്ധം. അപ്പോൾ ഈ കള്ളനോട്ട് പാകിസ്ഥാനാണെങ്കിൽ BJPയുടെ മതിലകത്തെ നേതാക്കന്മാർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് വരേണ്ടി വരും. അപ്പോൾ ഇവരുടെ ഇക്വേഷൻ ഇതുവരെ ഉണ്ടാക്കിയ സമവാക്യങ്ങൾ അനുസരിച്ച് കൊണ്ടാണെങ്കിൽ BJPയുടെ ഈ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട്, പാർട്ടിയുടെ സംരക്ഷണം അതുണ്ട്. ആ നിലക്കുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളോട് രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷമുള്ള സംഘം തന്നെയാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അവർ ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെ പണം പോയി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. പക്ഷേ നോക്കൂ, ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന പാർട്ടിയാണ് BJPക്ക് എവിടെ നിന്നാണ് ഈ പണം എന്ന ചോദ്യം നാട്ടുകാർക്ക് മുന്നിൽ സാങ്കത്യമുള്ളതായിട്ട് നിൽക്കും. ഈ പറയുന്നത് പോലെ കള്ളനോട്ടടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടാവുകയില്ലേ? ഈ രണ്ടാളുകൾ വെറുതെ പാർട്ടിക്ക് കൂടെ പണം കൊടുത്തിട്ടുണ്ടാവുകയില്ലേ എന്ന ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചാൽ അതൊക്കെ പുച്ഛിച്ച് തള്ളുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് നിസ്സാരീകരിച്ച് തള്ളുക എളുപ്പമാവുകയില്ല. ഒപ്പം രണ്ടാമത്തെ കാര്യം നോക്കൂ, ഞാൻ നേരത്തെ ചോദിച്ചു, താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല. താങ്കളിലേക്ക് അത് എത്തിയിട്ടില്ല ആ ചോദ്യത്തിൻ്റെ സാങ്കത്യം. എന്തുകൊണ്ടെന്നാൽ ഇതിപ്പോൾ ഈ 2 ചെറുപ്പക്കാർ BJPയുടെ രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടായിരുന്ന 2 ആളുകൾ അല്ലായിരുന്നുവെങ്കിൽ, 2 മുസ്ലിം പേരുകളുള്ള ആളുകളായിരുന്നെങ്കിൽ ഏത് നിലക്കായിരിക്കും കാര്യങ്ങളിലേക്ക് പോവുക എന്ന് താങ്കൾക്കറിയാമല്ലോ. താങ്കളടക്കമുള്ള ആളുകൾ ഏത് നിലക്കായിരിക്കും അതിനെ ചിത്രീകരിക്കുക എന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. നോക്കൂ, അത് തന്നെയും ഈ നാട്ടിലുള്ള ഇരട്ട നിലപാടിൻ്റെ, നിങ്ങൾ സ്വീകരിക്കുന്ന രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള രാജ്യദ്രോഹത്തെക്കുറിച്ചുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഇരട്ട നിലപാടുകളുടെ വലിയ തെളിവായിട്ട് നമുക്ക് മുന്നിൽ ഈ നിമിഷങ്ങളിൽ വരുന്നില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? വാസ്തവത്തിൽ സനീഷെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാണ് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ക്രിമിനൽ കേസ് കൊടുത്താൽ സനീഷെ നിങ്ങൾ പ്രതിയാവും. എനിക്കൊരു ഭയവുമില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. എനിക്കൊരു ഭയവുമില്ല. 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടായേനെ. പക്ഷെ നിങ്ങളടക്കമുള്ള ആളുകൾ ഇങ്ങനെ പരസ്യമായി സംസാരിച്ചിട്ട് ഇതൊന്നും വലിയ സംഭവമല്ലാതായി മാറിയിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ആയുള്ള ചോദ്യമൊന്നും വലിയ സംഭവമല്ലാതായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. കേസ് വന്നാൽ എനിക്ക് ഭയമില്ല. അല്ല, ഞാൻ നിങ്ങൾക്ക് ഭയമുണ്ടായാലും ശരി ഭയമില്ലെങ്കിലും ശരി, നിങ്ങൾ ചെയ്യുന്നത് ഒരു മതവിഭാഗത്തെ പരിപൂർണമായിട്ടും BJPയിൽ നിന്ന് ശത്രുവാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ്. എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമല്ലോ? ആളുകൾ കേൾക്കട്ടെ. അതായത് ഈ പറയുന്ന 2 ചെറുപ്പക്കാർക്ക് പകരം 2 മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരായിരുന്നുവെങ്കിൽ ഈ നിലക്കായിരുന്നുവോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക ശ്രീ ഗോപാലകൃഷ്ണൻ? ഈ നിലക്കാകുമായിരുന്നോ താങ്കളടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുക? അല്ല, നിങ്ങൾ കുറെ നാളായിട്ടും BJPക്കെതിരായിട്ടും നരേന്ദ്രമോദിക്കെതിരായിട്ടും കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട് എന്താ സംഭവിച്ചു? ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. നാളെ ഒരു ചുക്ക് സംഭവിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം BJP എന്താണ്. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജയന്തൻ ഇപ്പോഴും നടക്കുക പഞ്ചായത്ത് മെമ്പറായിട്ട്. നേരത്തെ ഇപ്പോൾ ഒരാളെ ഇവിടെ സംസാരിച്ചല്ലോ, ഗോപാലകൃഷ്ണനും ഗോപിയും തമ്മിൽ വൈരുദ്ധ്യമാണെന്ന്. നിങ്ങൾ എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? ഗോപി പ്രാദേശിക നേതാവാ,
പ്രാദേശിക നേതാവെന്ന് പറയാൻ അർത്ഥം എന്താ സനീഷ്? പ്രാദേശിക നേതാവെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്ന മതിലകത്തെ നേതാവ് അല്ലെങ്കിൽ മതിലകത്തെ പ്രവർത്തകനാണത് എന്നല്ലതിനർത്ഥം. ഗോപി താമസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാ ഗോപി. അയാൾ താമസിക്കുന്ന ചേർപ്പില്ല, മതിലകത്തല്ല. അപ്പൊ പ്രാദേശിക നേതാവല്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉരുട്ടി കൊണ്ടുവന്ന് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമമാണ് നിങ്ങളെ പോലത്തെ. നമ്മുടെ ചർച്ചകൾ ചൂടായി നിൽക്കുന്നതുകൊണ്ട് ഒരു തമാശ പറയട്ടെ ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ചർച്ചകൾ ചൂടായി നിൽക്കുന്നതുകൊണ്ട് ഒരു തമാശ പറയട്ടെ. ഞാൻ ഈ മിസ്ഡ് കോളൊക്കെ അടിച്ച് പാർട്ടിയിലേക്ക് നേതാക്കൾ എടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ആരൊക്കെ ഏത് നേതാക്കളാണ്, ആരൊക്കെയാണ് കള്ളവോട്ടടിക്കുന്നത്, ആരാണ് ക്രിമിനൽ ആക്ടിവിറ്റികൾ ഏർപ്പെടുന്നത് എന്ന് മനസ്സിലാകാതെ വരും. അതായത് ഒരു തമാശ പറയുകയാണ്. നമ്മുടെ ഈ ചർച്ച വല്ലാതെ ചൂടായി പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ മിസ്ഡ് കോളിലൂടെയൊക്കെ നേതാക്കളെ സെലക്ട് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ ആരൊക്കെ എവിടെയുള്ള നേതാക്കളാണ്, ആരൊക്കെയാണ് ക്രിമിനൽ ആക്ടിവിറ്റികൾ ഏർപ്പെടുന്ന ആളുകൾ എന്നതൊക്കെ മനസ്സിലാകാതെ വരുമെന്ന്. ശ്രീ ഷഫീഖ്, താങ്കൾ എന്തോ പറഞ്ഞല്ലോ അതിനകത്ത്? അല്ല, ഈ ചേർപ്പവും ഇതും തമ്മിലൊന്നും ഭയങ്കര ദൂരമൊന്നുമില്ല. നമുക്കൊന്നും അറിയാൻ വയ്യാത്ത സ്ഥലമൊന്നുമല്ല. ഈ മതിലകവും ചേർപ്പവും ഒക്കെ ഇതിലൊക്കെ ഭയങ്കരമായ എന്തോ ദൂരമാണെന്നൊന്നുമില്ല. അവർ പറഞ്ഞതിൽ തികഞ്ഞ വൈരുദ്ധ്യമുണ്ട്. രണ്ടാൾ ജില്ലാ തലത്തിലാകുമ്പോൾ ഒന്നുകൂടി അത് കൂടുതൽ കനം കൂടുക ചെയ്യുന്നത്. കാരണം BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഗോപാലകൃഷ്ണൻ പറയുന്ന അഭിപ്രായത്തെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായ ഗോപി കണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു പശ്ചാത്തലം ഇവർക്ക് ഇല്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി താങ്കൾ നേരത്തെ ഉന്നയിച്ചത് നിങ്ങളിൽ ആരെ പറയുന്നതാണ് ശരി എന്ന് ആദ്യം ഒരു തീർപ്പിലെത്ത്, എന്നിട്ട് ജനങ്ങളോട് സംസാരിക്കുക. നിങ്ങളിടയിൽ തന്നെ തികഞ്ഞ ആശയക്കുഴപ്പമുണ്ട്. ഇത് നിങ്ങൾ പ്രതിരോധിക്കണം വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അത് ഒരു പാഴ്ശ്രമമായി നിങ്ങൾ നടത്തുന്നു എന്നതൊരു ശരിയാണ്. പക്ഷേ ആ ശ്രമം അപഹാസ്യമായ ശ്രമമായിട്ടാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ഗോപാലകൃഷ്ണൻ, എനിക്കൊന്നും കൂടെ സുരേഷ് ബാബുവിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എൻ്റെ തമാശയോടെയുള്ളതല്ല, ഗൗരവത്തോടെയുള്ള ചോദ്യം തന്നെ. അതായത് നോക്കൂ, ഇത്രക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ട് ആകാവുന്നിടങ്ങളിലെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബഹുമാനനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൃത്യമായുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് പോലും ഈ പറയുന്ന അധോതലത്തിലുള്ള അധോലോകത്തിലുള്ള ധനവിനിമയത്തിൻ്റെ മാരകമായിട്ടുള്ള പിടുത്തങ്ങളെ ഒഴിവാക്കാൻ, അതിൽ നിന്ന് വിച്ഛേദിച്ച് പോരാൻ സ്വന്തം നേതാക്കളെ പോലും, സ്വന്തം പ്രവർത്തകരെ പോലും ഉദ്ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, അവരെ പോലും അതിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പാർട്ടി ഈ ഘട്ടത്തിൽ തിരിച്ചറിയുമോ? അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമോ? അല്ല, ഒരു ജരാസന്ധൻ ഉണ്ടായ കാലഘട്ടത്തിൽ ഒരു ഭീമൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തെറ്റുകൾ ചെയ്യുന്ന ചില ആളുകളുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ആ തെറ്റ് ചെയ്തവരെ ആരെയും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരുണ്ടാവാം, അത് സ്വാഭാവികമാണ്. 11 കോടി അംഗസംഖ്യയുള്ള ഒരു പാർട്ടിയിലോ 1, 2, 3 ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് അവരെ മാറ്റി നിർത്തി അന്ന് തന്നെ 3 മണിക്കൂറിനുള്ളിൽ അവരെ ന്യായീകരിക്കുവാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതാണ് വളരെ നന്ദി ഗോപാലകൃഷ്ണൻ ഞങ്ങൾ സംസാരിച്ചത്. ശ്രീ PM സുരേഷ് ബാബു, ആ പാർട്ടി ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ആളുകളെ അതേ സമയത്ത് തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ശരിയാണ്, അവർക്ക് ചീത്തപ്പേരും ഈ തരത്തിലുള്ള ചർച്ചകളിലെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ആക്രമണങ്ങളും ഏൽക്കേണ്ടി വന്നേക്കാം. എങ്കിൽ തന്നെയും അതിനെ ഒരു പാർട്ടിയുടെ ആകെ തന്നെയും കുഴപ്പം ഉന്നത നേതാക്കൾക്കടക്കം പങ്കുണ്ട്, അതും കള്ളനോട്ടടിക്കുന്നതിൽ എന്നൊക്കെ പറയുന്നത് കഷ്ടമായിരിക്കും അല്ലേ? ഞാൻ ആ രൂപത്തിൽ അതിനെ കാണാനൊന്നും ആഗ്രഹിച്ചില്ല. പാർട്ടി അദ്ദേഹത്തെ ഈ പറഞ്ഞ 2 വ്യക്തികളെ പുറത്താക്കി എന്ന് പറയുന്നതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ ചാനൽ ചർച്ചകളിൽ വന്ന് ആ പുറത്താക്കി എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വെറാസിറ്റിയെ ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് കേൾക്കുമ്പോൾ ഈ പുറത്താക്കൽ ഒരു സാങ്കേതികത്വമായി ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു സാങ്കേതികത്വമായി മാത്രം എടുക്കും എന്ന സമീപനം അല്ലെങ്കിൽ എന്നൊരു ചിന്ത ഞങ്ങളിലേക്കൊക്കെ വന്നു പോകുന്നുണ്ട്. പിന്നെ ഒറ്റ കാര്യം ഈ സബ്ജക്റ്റുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 10-60 കൊല്ലക്കാലം ഭരിച്ച് കട്ടുമുടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്, ഇന്ത്യ കട്ടുമുടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു പരാമർശമുണ്ട്. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2014 കയറി പ്രധാനമന്ത്രിയായി ഇരിക്കാൻ കോൺഗ്രസ് ഈ രാജ്യത്തെ നിലനിർത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നമ്മുടെ സാമ്പത്തിക ഘടനയിലെ GDP 5% നിന്ന് മേലെയാക്കി വെച്ചിട്ടുണ്ട്. സോമാലിയ അല്ല,
അതേപോലെയുള്ളൊരു രാജ്യമായിട്ടല്ല കരുതിയത് എന്ന് കാര്യം മനസ്സിലാക്കുക. തീർച്ചയായും വളരെ നന്ദി ശ്രീ സുരേഷ് ബാബു. താങ്കൾ ഉദ്ദേശിച്ച കാര്യം വ്യക്തമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ PM സുരേഷ് ബാബു. ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ AN ഷംസീർ, ശ്രീ K ഷഫീഖ് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിലെത്തിയതിന് വളരെ നന്ദി. ശ്രീ B ഗോപാലകൃഷ്ണൻ, ഈ ചർച്ചയിൽ താങ്കൾക്കെതിരായിരിക്കും ചോദ്യങ്ങളെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ചർച്ചയിൽ വന്ന് വിശദമായി സമയമെടുത്ത് സംസാരിച്ചതിന് വളരെ നന്ദി. ഞങ്ങളുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഒപ്പം യുവമോർച്ചയുടെ ജില്ലാ നേതാവ് ശ്രീ ഗോപിക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.